ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ നാളെ തൊട്ട് ഇനിയും പ്രീമിയർ ലീഗ് ആരംഭിക്കുകയാണ്. പ്രീമിയർ ലീഗ് മാത്രമല്ല, വേറെ ഓരോ ലീഗ് ടൂർണമെൻറ്റ്സും ആരംഭിക്കുകയാണ്. ല ലീഗ, സീരിയ, അങ്ങനെ മെയിൻലി പ്രീമിയർ ലീഗ് വരികയാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള മത്സരം എല്ലാ ടീമിനും നിർണായകമാണ്. ആർസെനലിനെ സംബന്ധിച്ചോളം ഇപ്പോൾ ടോപ്പിലാണ്. മെയിൻ പോയിൻറ്റ്സ് ഡിഫറൻസ് ഉണ്ട്. ആൻഡ് അടിക്കണം, കപ്പടിക്കാൻ തന്നെയാണ് ആർസെനൽ ഇറങ്ങിയിട്ടുള്ളത്. 70 പോയിൻറ്റ് ആർസെനലുണ്ടെങ്കിൽ 61 പോയിൻറ്റുമായിട്ട് മാൻ സിറ്റി അടുത്തതിനുണ്ടെന്ന് മാത്രമല്ല, മാൻ സിറ്റിക്ക് ഒരു മത്സരം കുറവാണ്. 30 കളിച്ച് കളിച്ചാണ് മാൻ സിറ്റി. ആർസെനൽ 31 കളിച്ചിട്ടുണ്ട്. സോ മെയിൻലി ആർസെനൽ മാൻ സിറ്റി മത്സരം ഒരു ഇമ്പോർട്ടൻറ്റ് മത്സരം തന്നെയാണ്. ആൻഡ് അവരെ ആരൊക്കെ പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്യുമെന്ന് കണ്ടിരിക്കണം. ആൻഡ് ആർസെനലെ സംബന്ധിച്ചോളം ലാസ്റ്റ് ചാമ്പ്യൻസ് ലീഗ് മത്സരം വിജയിച്ചിട്ടാണ് വരുന്നത്. അതിന് മുമ്പാണ് FA കപ്പിൽ തോറ്റു. സോ അവർക്ക് എന്താ പറയുക, വിജയം ഇങ്ങോട്ടുള്ള മത്സരം വിജയിക്കുക, അത്രയേ ഉള്ളൂ. ആവശ്യം ഒരു കാരണവശാലും പോയിന്റ് ഡ്രോപ്പ് ചെയ്യല്. മാൻ സിറ്റിക്ക് അതുപോലെ തന്നെ ഒരു കാരണവശാലും പോയിന്റ് ഡ്രോപ്പ് ചെയ്യല്. ആൻഡ് മാൻ സിറ്റിയെ സംബന്ധിച്ചോളം ആർസെനലിനെതിരെ കളിയും നിർണായം തന്നെയാണ്. അതും അവർക്ക് ജയിക്കണം. കാരാവ കപ്പിൽ ആർസെനലിനെ തോൽപ്പിച്ചാണ് 2-0. സോ അതേ എനർജിയിൽ തന്നെ വീണ്ടും ആർസെനൽ കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അങ്ങോട്ട് നോക്കുവാണെങ്കിൽ പിന്നെ ടീംസിനും ചാമ്പ്യൻസ് ലീഗിലൊക്കെ ക്വാളിഫിക്കേഷന് വേണ്ടിയാണ്. യുണൈറ്റഡൊക്കെ ആണെങ്കിൽ ചാമ്പ്യൻസ് ലീഗിലുള്ള ക്വാളിഫിക്കേഷന് വേണ്ടി ഫൈറ്റിംഗ് ആണ്. ട്രോഫിയിലേക്ക് ഇനിയും അവർക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റും നോക്കാണ്ട് ഇരിക്കുന്നു. പിന്നെ അറിയാം, ചെൽസി ലിറ്ററലി 6ാം സ്ഥാനത്തെങ്ങാണ്ടാണ് ഇപ്പോൾ. അവർക്കും ഫൈറ്റ് ബാക്ക് ചെയ്തേ പറ്റൂ, എന്നാലേ ഇനി ചാമ്പ്യൻസ് ലീഗിലായിട്ടുള്ള ക്വാളിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ പ്രീമിയർ സംബന്ധിച്ചുള്ള പ്രീമിയർ കോമ്പറ്റീറ്റീവ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള മത്സരം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ ആദരിക്കുകയാണ് മത്സരങ്ങൾക്ക് വേണ്ടി. സോ യാത്ര